വെൽക്കം ടു നേച്ചർ സ്റ്റോറീസ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് തമ്പർജിയ അല്ലെങ്കിൽ ബംഗാൾ ക്ലോക്ക് വൈൻ എന്ന പ്ലാന്റിനെ പറ്റിയാണ്. ഇതൊരു വള്ളിച്ചെടിയാണ്. മറ്റു ചെടിയിൽ നിന്നും എന്നെ കൂടുതൽ ആകർഷിച്ചത് ഈ ചെടി നട്ടുകഴിഞ്ഞാൽ ഏകദേശം 2-3 മാസം മതി വളർച്ചയെത്തിയ ഒരു ചെടിയായി മാറുകയും പൂവിടുകയും ചെയ്യും. എൻ്റെ മുറ്റത്ത് നട്ടിട്ട് വീടിൻ്റെ ഷെയ്ഡിലുള്ള ഹൂക്കിൽ പ്ലാസ്റ്റിക് ടോയിൻ വലിച്ചു കെട്ടി അതിൽ പടർത്തിയിരിക്കുകയാണ്. കുറച്ച് സ്ഥലം മാത്രമുള്ളിടത്തും ഇത് വളർത്തിയെടുക്കാം. പടർത്തി വിടാൻ സൗകര്യമുള്ളിടത്താണെങ്കിൽ ഇത് പടർന്നു കയറി പോവുകയും ചെയ്യും. ദീർഘകാലം നിലനിൽക്കുന്ന ഒരു ചെടിയാണിത്. നല്ല വെയിലുള്ളിടത്തും ഭാഗികമായി വെയിൽ കിട്ടുന്നിടത്തും നല്ലതുപോലെ വളരുകയും വലിയ പരിചരണം ഒന്നും തന്നെ ആവശ്യമില്ലാത്തതുമായ ചെടിയാണ്. കുലകുലയായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത്. പൂങ്കുലയിൽ അനേകം മുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പൂക്കൾക്ക് ഒരു ദിവസം മാത്രമേ ആയുസുള്ളൂ. ഒരു പൂങ്കുലയിലെ പൂക്കൾ വിരിഞ്ഞു തീരാൻ ഒരുപാട് ദിവസം എടുക്കും. ആയതിനാൽ ഈ ചെടിയിൽ എന്നും പൂക്കൾ ഉണ്ടാകും. പ്രത്യേകിച്ച് സീസൺ ഒന്നും തന്നെ ഇല്ല. വെള്ള കളറിലും ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുമുള്ളതുമായ 2 ടൈപ്പ് പൂക്കളുള്ള ചെടികളാണ് കണ്ടിട്ടുള്ളത്. പൂക്കളിൽ തേൻ ഉള്ളതിനാൽ വണ്ടുകളും ശലഭങ്ങളും എറുമ്പുകളും എപ്പോഴും പൂക്കളിലെത്തുന്നത് കാണാം. ഈ കാഴ്ച എന്നെ ഏറെ ആകർഷിച്ചിട്ടുള്ളതാണ്. കമ്പുകൾ നട്ടും വിത്തുകൾ പാകിയും ഈ ചെടിയുടെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ചട്ടികളിൽ വളർത്തുന്നതിലും നല്ലത് തറയിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ്. ജൈവവളമായി ചാണകപ്പൊടിയും സറാമിലും ഇട്ടുകൊടുക്കുക. രാസവളമായി 19-19-19 18-18-18 മാറി മാറി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. വേനൽക്കാലത്ത് ചുവട്ടിൽ നല്ല ഈർപ്പം ഉണ്ടായിരിക്കണം. രാവിലെയും വൈകിട്ടും നനച്ചു കൊടുക്കുക. രോഗബാധ ഒന്നും തന്നെ കണ്ടിട്ടില്ല. ആർക്കും വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു മനോഹരമായ ചെടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. നിങ്ങളും വളർത്തിയെടുക്കുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ബൈ ബൈ.